ഓക്കെ ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നു. പീസ് റേഡിയോ അന്നൂറിൻ്റെ മൊഡ്യൂൾ 15 ക്ലാസ് ടെസ്റ്റും അതുപോലെ തന്നെ മോഡൽ പരീക്ഷയും അതുപോലെ തന്നെ ഫൈനൽ പരീക്ഷയും പിന്നിട്ട് വീണ്ടും മാർക്കിൻ്റെ കാര്യത്തിൽ തുല്യ നിലയിൽ വന്ന ഒരേ ലെവലിൽ വന്ന ആളുകളിലെ വ്യക്തികളെ കണ്ടെത്താൻ, ഏറ്റവും ആദ്യത്തെ 3 വ്യക്തികളെ കണ്ടെത്താനുള്ള ഫോൺ ഇൻ വൈവയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോൺ ഇൻ വൈവയിൽ അടുത്ത വ്യക്തിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളോടൊപ്പം 3-ാമത്തെ വ്യക്തി ജോയിൻ ചെയ്യാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആയിരങ്ങളോട് മത്സരിച്ച് ആദ്യത്തെ മൂന്നാളിൽ ഒരാളാകാനുള്ള ഫൈനൽ റൗണ്ടിൽ എത്തിച്ചേരാനുള്ള മത്സരമാണിപ്പോൾ നടക്കുന്നത്. അതും വിശുദ്ധ ഖുർആൻ്റെ പഠനമാണ്. നേരത്തെയൊക്കെ ഈ ഫോൺ ഇൻ വൈവയിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞ് നിങ്ങൾക്കറിയാം, അവർക്കെല്ലാവർക്കും തിരക്കുണ്ട്. ശക്തമായ ജീവിത തിരക്കുകൾക്കിടയിൽ ഖുർആൻ പഠനം ഒരു ഫർളാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന്, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി സിറാത്തിനരികിൽ സുജൂദിൽ വീണ് നീണ്ട കാലം അള്ളാഹുവോട് പടച്ചോനെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരെ ഈ സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ, മഹ്ശറയിൽ വിചാരണക്കെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ, കയ്യിൽ എന്താ പറയുക ഹൗദുൽ കൗസറിലെ പാനപാത്രങ്ങളും കൊണ്ട് കാത്തിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി 50 വക്തുള്ള നമസ്കാരത്തെ 5 വക്തിലേക്ക് ചുരുക്കാൻ അള്ളാഹുവോട് വളരെ ശക്തമായി വാദിച്ച പ്രവാചകൻ, ഉമ്മത്തിൻ്റെ കാരുണ്യവും ഉമ്മത്തിനു വേണ്ടി കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലോകം തുറന്ന പ്രവാചകൻ. പക്ഷേ പരലോകത്ത് വെക്കുന്നൊരു പരാതിയുണ്ട്, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചു റബ്ബേ എന്ന് പറയുമ്പോൾ ആ അവഗണിച്ചവരാരാണ്? പണ്ഡിതന്മാരത് വിശദീകരിച്ചു കൊടുത്ത് കൃത്യമായി പറഞ്ഞു, തർക്കു തദബ്ബുരിഹി വ തഫഹുമുഹി മിൻ ഹജ്റാനിഹി, ഖുർആൻ അർത്ഥസഹിതം പഠിക്കാതിരിക്കലും ആ വചനങ്ങൾ ഓരോന്നും എടുത്ത് സ്വന്തം ജീവിതവുമായി ചേർത്ത് വെച്ച് ചിന്തിക്കാതിരിക്കുന്നത് കുറ്റമാണെന്നാണ്. അപ്പോൾ ആ കുറ്റത്തു നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവരൊക്കെ പഠനത്തിനെത്തുന്നത്. അടുത്തൊരു പഠിതാവ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷെഹർബാൻ എന്നാണ് അവരുടെ പേര്. ഈ വൈവൻ്റെ ഒരു പ്രശ്നം, ഒരുപക്ഷെ നമ്മളെക്കാളും മുതിർന്ന പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാവും, നമുക്ക് അവരെ ഏജും കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളവരെ പേര് തന്നെയാണ് വിളിക്കുക. അതിൽ ശ്രോതാക്കൾക്ക് വേറെ പ്രയാസം തോന്നരുതെന്ന് പറയാണ്. എന്തായാലും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തൂ, വീട്, മക്കൾ, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടില് ഒരു മോനുണ്ട്, ഹസ്ബൻഡ്. ഓക്കെ. മോന് മുതിർന്ന ആളാണോ ചെറിയ കുട്ടിയാണോ? മോന് 21 വയസ്സായി. മുതിർന്ന ആളാണോ? ഓക്കെ, മാഷാ അല്ലാ. പഠിക്കുകയാണോ? അതെ, ബിടെക്കിന് പഠിക്കുന്നു. ഓക്കെ. നിങ്ങൾ സാധാരണ പീസ് റേഡിയോ കേൾക്കാനും അന്നൂറ് പഠിക്കാനൊക്കെ സ്വീകരിക്കുന്ന രീതി എന്താണ്? ബാക്കിയുള്ളവർക്ക് അതിൽ നിന്നൊരു പാഠം കിട്ടുമല്ലോ, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറെന്നൊന്ന് പറഞ്ഞാൽ. ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് കേൾക്കും. ചില ടൈമിൽ കുറച്ച് ലേറ്റ് ആവും. ബാക്കി എക്സാം വരുന്ന ടൈമിൽ ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ കേൾക്കും മൊത്തം എല്ലാ ക്ലാസ്സും. ഇതുവരെ വന്ന എല്ലാ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അതോ ഇത് ആദ്യത്തേതാണോ? അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 1-2 മൊഡ്യൂൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ലാസ് ഒക്കെ കേൾക്കാറുണ്ടല്ലോ. ഓക്കെ, ശരി. അപ്പം ശ്രോതാക്കളോടൊക്കെ പറയണേ, നമ്മളുടെ എല്ലാ കോഴ്സുകൾക്കും സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം വരുന്ന 10 ആളുകൾ ആരാണ് എന്നത് കാണാൻ, പിന്നെ ഓരോ ജില്ലയിലും ഏറ്റവും ആദ്യം വരുന്ന 10 ആളുകൾ ഏതാണെന്ന് കാണാൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഓരോ മണ്ഡലം തലത്തിലും ആദ്യത്തെ 10 ആളുകൾ ആരാണെന്ന് കാണാൻ, ഓരോ ശാഖയിലെയും 10 ആളുകളെ കാണാനൊക്കെ ഉള്ള പുതിയ ഡെവലപ്മെൻറ്റുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഖുർആൻ പഠന രംഗത്ത് വളരെ ആവേശപൂർവ്വമുള്ളൊരു മത്സരത്തിൻ്റെ വേദി ഒരുങ്ങാണ്. ഏതായാലും ഈ ഒരു ശ്രോതാവിനെ എൻ്റെ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിച്ചറിയാം. നിങ്ങൾ പീസ് റേഡിയോ കോഴ്സ് എങ്ങനെയാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഞാൻ പീസ് റേഡിയോ ഫസ്റ്റ് മുതലേ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ക്ലാസ് എല്ലാം കേൾക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിലൂടെയാണ് കോഴ്സിലേക്ക് കയറിയത്. പിന്നെ ലൈഫ് കോഴ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അറബി ഭാഷാ പഠനവും ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാ. ഓക്കെ. അറബി ഭാഷ കോഴ്സിനെ പറ്റിയും ബാക്കി കോഴ്സുകളൊക്കെ പറ്റിയൊക്കെ നിങ്ങൾക്ക് തോന്നിയൊരു അഭിപ്രായം, അല്ലെങ്കിൽ ഇതൊരിക്കലും ചെയ്യാത്ത ആളുകളോട് നിങ്ങൾക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്താണ്? മാഷാ അല്ലാ, നല്ല കോഴ്സാണ്, നന്നായി പഠിക്കാൻ പറ്റുന്ന. അറബി ഭാഷയൊക്കെ എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ പഠിക്കാത്തതായിരുന്നു. അപ്പൊ ഫസ്റ്റ് മുതലേ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പിന്നെ നല്ല ക്ലാസ്സാണ്. അതേപോലെ അന്നൂറും തഫ്സീർ ക്ലാസ്സും നല്ല വിശദമായിട്ടുള്ള ക്ലാസ് ആണല്ലോ, നല്ല ആഴത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാഷാ അല്ലാ. നിങ്ങൾ ചോദ്യം കഴിഞ്ഞാൽ നമ്മളൊരു
അലാം ക്ലോക്ക് പോലൊരു ശബ്ദം അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കും. അത് തീരുമ്പോൾ ഉത്തരം പറയാനുള്ള സമയം അവസാനിക്കും. 10 സെക്കൻഡാണ് ഉത്തരം തുടങ്ങി വെക്കാനുള്ള സമയം. ഓക്കെ, 10 സെക്കൻഡിനുള്ളിൽ തുടങ്ങണം ഉത്തരം. ഓക്കെ, റെഡി. ചോദ്യം ഇതാണ്: മലക്കുകളിലുള്ള വിശ്വാസം, അൽ ഈമാനു ബിൽ മലായിക. ഇത് ഈമാൻ്റെ ഭാഗമാണ്, ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. ഒരു മലക്കിൻ്റെ കാലുകൾ ഭൂമിയെ പിളർത്തിപ്പിടിക്കുകയും ആ മലക്കിൻ്റെ പിറവി അള്ളാഹുവിൻ്റെ അർശിൻ്റെ കീഴിലായി നമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. മലക്കിന്റെ പേര് ദീഖെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാന സുബ്ഹാനക അഅ്ലമു. ഓക്കെ, ഏതായാലും ഇനി ഉത്തരത്തിൻ്റെ അവലോകനം വരുമ്പം നമുക്ക് ആ ഉത്തരം നിങ്ങൾ പറഞ്ഞ ഉത്തരമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് നോക്കാം. ഇതിലിപ്പോൾ ഇനി ഉത്തരം തെറ്റാണെങ്കിൽ പോലും വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് മത്സരിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ട്. എത്തിയത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ഫോൺ ഇൻ വൈവയിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഈ ഫോൺ ഇൻ വൈവയിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധതയും ധൈര്യവും കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലെയുള്ള ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായി കുടുംബപരമായൊക്കെ നിങ്ങളെക്കാളും കപ്പാസിറ്റിയുള്ള, എന്നെക്കാളും കപ്പാസിറ്റിയുള്ള എത്രയോ ആളുകൾ മടി പിടിച്ച് നിൽക്കുന്നുണ്ട്. അവർക്കുള്ള പ്രചോദനമാണ്. അതുകൊണ്ട് ഇനി ഉത്തരം തെറ്റിപ്പോയാലും വേറെ വിഷമമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്: സൂറത്തു ബഖറയിലെ 159, 174 ആയത്തുകൾ. ആ ആയത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ കിതാബിൽ ഈ 2 ആയത്തുകളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു ഹദീസും ഉദ്ധരിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ ഉമർ അല്ല. ആരാണ് ആ സ്വഹാബി? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ സ്വഹാബി എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ഉത്തരം അവലോകനം ചെയ്യുന്ന സമയത്തേക്ക് ഒരു സസ്പെൻസ് ആയിട്ട് വെക്കുകയാണ് അവരുടെ ഉത്തരം ശരിയാണോ എന്നുള്ളത്. ഇപ്പോൾ 2 ചോദ്യങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവണം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മൂന്നാമത്തെ ചോദ്യം കുറച്ചൊരു ഉത്തരം എളുപ്പമാണെങ്കിലും ചോദ്യം കുറച്ചൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രവാചകനെ സന്ധിച്ച തൻ്റെ പിതാവിൻ്റെയും സഹോദരൻ്റെയും വർത്തമാനം ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ സഫിയ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ വന്ന നാളുകളിൽ അവർ രണ്ടുപേരും പ്രവാചകനെ കണ്ടുമുട്ടുകയും ഒരു പകൽ മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. അവർ തിരികെ വീട്ടിലെത്തിയപ്പോൾ നടന്ന സംഭാഷണം ഇങ്ങനെയായിരുന്നു: വന്നയാൾ സത്യപ്രവാചകൻ തന്നെയാണോ? പിതാവ്: അള്ളാഹുവാണ് സത്യം, അദ്ദേഹം തന്നെയാണത്. സഹോദരൻ: അദ്ദേഹത്തോടുള്ള നിലപാട് എന്തായിരിക്കണം? അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് പറയാണ്: ജീവനുള്ളിടത്തോളം കാലം മുഹമ്മദിനോട് ശത്രുതയിലായിരിക്കും ഞാൻ നിലകൊള്ളുക. സഫിയയുടെ പിതാവിൻ്റെയും സഹോദരൻ്റെയും പേരുകൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ മനോഹരമായ ഒരു നിമിഷമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ്റെ പത്നിയായി പിന്നീട് മാറിയ സഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയും സഹോദരനും മദീനയിൽ വന്ന് പ്രവാചകനെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ അവർ സംസാരിക്കുന്നത് സഫിയ ബീവി കേട്ടത് പിൽക്കാലത്ത് അവർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് വന്നപ്പോൾ പ്രവാചകൻ്റെ ഭാര്യയാകാൻ, സന്തോഷത്തോടെ ഭാര്യയാകാൻ അത് കാരണമായി എന്ന് മാത്രമല്ല, സഫിയ ബീവിയെ പ്രവാചകൻ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് ബലമായി ഭാര്യയാക്കിയതാണെന്നുള്ള ആരോപണത്തിൻ്റെ ഉത്തരങ്ങളാണിതൊക്കെ. പ്രവാചകനെ അവർ സ്വപ്നം കണ്ടിരുന്നു പോലത്തെ കാര്യങ്ങളൊക്കെ പിന്നീട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ചോദ്യം ഇതാണ്: സഫിയയുടെ പിതാവിൻ്റെയും സഹോദരൻ്റെയും പേരുകൾ എന്താണെന്നാണ്. പറഞ്ഞോളൂ. സഫിയയുടെ പിതാവിന്റെ പേര് ഹുയയ്യിബ്നു ഔത്താബ് അൻ-നളീരി. സഹോദരന്റെ പേര് അറിയില്ല, കേട്ടിരുന്നു പക്ഷെ ഓർമ്മിച്ചിട്ടില്ല. ഓക്കെ, മാഷാ അല്ലാഹ്. ഇതിൽ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? സാധാരണ ഇങ്ങനത്തെ ഒരു മത്സരത്തിൻ്റെ മോഡലിലേക്കൊക്കെ വരുമ്പോൾ ചില ആളുകൾ ഈ ധാർമ്മികതയൊക്കെ മറക്കും. അപ്പോൾ ശരിക്ക് ഈ നമ്മളെ ഈ ശ്രോതാവിന് ഷെഹർബാൻ എന്ന് പറഞ്ഞ സഹോദരിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയ ചോദ്യം ആയതുകൊണ്ട് വേണമെങ്കിൽ നോട്ട്ബുക്ക് നോക്കാനും പറയാനൊക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഖുറാനൊക്കെ പഠിക്കുന്ന ആളുകൾ കാണിക്കുന്ന ഒരു വിവേകത്തിൻ്റെ തെളിവും കൂടിയാണത്.
അവർക്ക് ആ ചോദ്യം ഞാൻ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചപ്പോഴൊക്കെയും വേണമെങ്കിൽ പരിശോധിക്കാനും നോക്കാനൊക്കെ പറ്റുന്നത് അവർ ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു കൂലി അവിടെ അവർ വാങ്ങി. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോർമലി ഒരു മത്സരമായിട്ട് എടുക്കരുത്. അതൊക്കെ ഒരു ഇബാദത്തും കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. വേറുള്ളവർക്ക് പ്രചോദനം കൊടുക്കുകയാണ്. നമ്മൾ പഠിച്ചത് സാധാരണ പഠിച്ച കാര്യം ഉസ്താദുമാർക്ക് പറഞ്ഞു കൊടുത്ത് അത് പിന്നെ ഉറപ്പുവരുത്തുന്നൊരു സമ്പ്രദായം ഇസ്ലാമിക പഠന രീതികളിലുണ്ട്. മനസ്സിലായില്ലേ? അതിൻ്റെ വേറൊരു തലമാണ് ശരിക്ക് നമ്മളിവിടെ നിർവഹിക്കുന്നതെന്നും കൂടി പറയുകയാണ്. എന്തായാലും ആ ഉത്തരം എന്തായിരിക്കും, ഒരു പൂർണ്ണമായ ഉത്തരത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. ഉത്തരം നമ്മളിപ്പോൾ പറയുന്നില്ല. പിന്നെ അത് നമ്മുടെ ഈ ചോദ്യങ്ങളുടെ അവലോകന ഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ് വ്യക്തമാക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 3 ചോദ്യം പിന്നിട്ടും തോന്നുന്നു. ഷംജിത്ത് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 4ാമത്തെ ചോദ്യം കുറച്ചുകൂടി എളുപ്പമുള്ളൊരു ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം, മിസ്തഹ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ ഒരു സ്വഹാബിയുടെ അടുത്ത ബന്ധുവാണ്. ആരാണ് ആ സ്വഹാബി? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, നജ്ജാശി രാജാവ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മുസ്ലിങ്ങൾ ചെന്നപ്പോൾ, മക്കയിലെ പീഡനങ്ങൾ കാരണം ഹബിഷയിലേക്ക് ഹിജറ പോയ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ ഒക്കെ അഭയം കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഖുറൈശികൾ അവിടെ പോയി. അംബർ ബിൻ ആസിയുടെ കൂടെയാണ് അടങ്ങുന്നൊരു സംഘമാണ് യഥാർത്ഥത്തിൽ അവിടെ പോകുന്നത്. ആ സന്ദർഭത്തിൽ നജ്ജാശി രാജാവ് ഈ ചെന്ന വ്യക്തികളെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ, ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഇവരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ നജ്ജാശി രാജാവ് കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ മറുപടിൻ്റെ ഒരു ആശയമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാചകമോ ആണ് വേണ്ടത്. നബ്സല്ലാസ്മയെ കുറിച്ച് ചോദിച്ചല്ലോ, പിന്നെ ചോദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്തോളൂ. ടൈമർ ഒന്നുകൂടി ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കാം. ചോദ്യം ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് കേട്ടോളൂ. വേണ്ടത് ഈ ആളുകളെ ചോദിച്ചപ്പോൾ ഖുറൈശികൾ നിയോഗിച്ച അംറുബിന് ആസിനോടും അബ്ദുല്ലാഹിബിനു അബി ഉമയ്യയോടും നജ്ജാശി രാജാവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ മറുപടിയാണ് വേണ്ടത്. അതിൽ കൈക്കൂലി അങ്ങനത്തെ ചില വേർഡുകൾ അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അള്ളാഹു രാജ്യത്ത് നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടില്ല. ഇപ്പൊ ഞാന് അള്ളാഹുവിന്റെ പേരിൽ കൈക്കൂലി വാങ്ങുകയോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ രാജാവിന് രാജപദവി കിട്ടിയതായിരുന്നു. ഓക്കെ, മഷ്കൂർ. ഇപ്പൊ ആ ചോദ്യം കംപ്ലീറ്റ് ആയോ ഷംജി? ഓക്കെ, അതായത് നല്ല പെർഫോമൻസ് ആയിരുന്നു. വണ്ടർഫുൾ. ചോദ്യങ്ങൾ താരതമ്യേന ടൈറ്റ് ആയിരുന്നു, എന്നാലും നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു. എന്തായാലും ഏറ്റവും അവസാനം ഓരോരുത്തർ ഉത്തരം പറഞ്ഞ സമയത്തിൻ്റെ ദൈർഘ്യത, അവർക്ക് കിട്ടിയ ചോദ്യത്തിൻ്റെ അവസ്ഥ, അവരുടെ റിപ്ലൈയുടെ ഷാർപ്നെസ്, അതിൻ്റെ ഉത്തരത്തിൻ്റെ പോയിന്റുകളിൽ വരേണ്ട പോയിന്റുകൾ കവർ ചെയ്തോ ഒക്കെയുള്ള വളരെ സൂക്ഷ്മ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ വിജയികളെ നമ്മൾ കണ്ടെത്തുക. എന്തായാലും നന്നായി പെർഫോം ചെയ്തു. ബാറക്കല്ലാഹു ഫീക്ക്. ഇനിയും ഈ രംഗത്ത് ധാരാളം പഠിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരി ശ്രോതാക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ കാര്യങ്ങളും അത്രയും അവരൊക്കെ അവരുടെ വീട്ടിലെ ജോലികളും തിരക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലും അവർ 20 മിനിറ്റ് ക്ലാസ് കേൾക്കുന്നു, അതിനെ നോട്ടെടുക്കുന്നു, അത് പരീക്ഷയ്ക്ക് വേണ്ടി വായിക്കുന്നു. ബെല്ലിൻ്റെ ശബ്ദം മുഴങ്ങുന്ന പഠന കാലഘട്ടത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്കും ഭാരങ്ങളിലേക്കും ഭാണ്ഡങ്ങളിലേക്കും പോയ മനുഷ്യർ, അവരുടെ ഒരു അക്കാദമിക ജീവിതത്തിൻ്റെ പുനഃപ്രവേശനമാണിത്. പരീക്ഷയും പഠനവും മോഡൽ ടെസ്റ്റും അതിൻ്റെ ബേജാറുകളും അസ്വസ്ഥതകളൊക്കെ, അതിനൊരു രുചിയുണ്ട്. നമ്മുടെ മറ്റു പെയിനുകളെ, മറ്റു വേദനകളെ നമുക്ക് അവോയ്ഡ് ചെയ്ത് അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് യഥാർത്ഥത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതെന്താന്ന് ഒന്ന് അനുഭവിച്ച് നോക്കണ്ടേ? നല്ല ചൂടുള്ള ബിരിയാണി കണ്ടിട്ട് അതെന്താണെന്ന് രുചിച്ചു നോക്കാതെ അത് തിന്നലെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കണ ഒരാളെ പോലെ ആകരുതെന്ന് കൂടി പറയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്തൊരു വ്യക്തിയിലേക്ക് പോകുന്നു. നജ്വ മറിയമാണ്. നജ്വ ഒന്ന് വ്യക്തിപരമായി പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ നജ്വ, ഇരുവേറ്റിയാണ് എൻ്റെ വീട്. എറണാകുളത്താണ് ഇപ്പൊ താമസിക്കണത്.
പിന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോയതാണോ? 6 മക്കളുണ്ട്. ഉം. അവിടെ എറണാകുളത്തേക്ക് ജോലി 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 ആവശ്യത്തിന് അവിടെ ആയതുകൊണ്ട് ആ ഹസ്ബൻഡിന് ജോലി അവിടെ ആയതുകൊണ്ട് അവിടെ പോകും. ഓക്കെ. ഹസ്ബൻഡിന് എന്താ ജോലി? ടീച്ചർ. അധ്യാപകൻ അല്ലേ? ഓക്കെ. 6 മക്കള്. മക്കളൊന്ന് പറയൂ, പ്രായവും കാര്യമൊക്കെ ഒന്ന് പറയൂ. പ്രായം മൂത്താള് +2, ആ. പിന്നെ രണ്ടാമത്തെ 8ല്, ഉം. മൂന്നാമത്തെ ആള് 5ാം ക്ലാസ്സില്, ഉം. നാലാമത്തെ 2ാം ക്ലാസ്സില്, പിന്നെ അൽഫിത്രയിലാണ്. ഉം. ചെറിയ ആള് 2 വയസ്സ്. മാഷാ അല്ലാഹ്, മക്കളിൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. മക്കളിലൂടെ നാളെ പരലോകത്ത് ചെല്ലുമ്പം അത്ഭുതപ്പെടുത്തുന്ന, എന്തിനാണ് പഠിച്ചവനെ ഇത്രയും സൗകര്യം എനിക്ക് തന്നതെന്ന് ചോദിക്കുമ്പം ഇതൊക്കെ ബിസ്തിഗ്ഫാരി വലതിക്കാലക്ക, ഇതൊക്കെ നിൻ്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയിട്ടാണ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സാഹചര്യം പഠിച്ചവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ശ്രോതാക്കളെ, ഞാനും നജ്വയൊക്കെ 5 ചിൽഡ്രൻ ക്ലബിലെ ആളുകളാണ്, 5 കുട്ടികളുള്ള ആളുകളാണ്. ഏതായാലും ഞാനതിവിടെ 6 ഉണ്ടല്ലേ? 6. മാഷാ അല്ലാഹ്. അപ്പോൾ ഞാനില്ല, 6 ചിൽഡ്രൻ ക്ലബ്ബാണ്, അതിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ. ഞാനിതിവിടെ മെൻഷൻ ചെയ്തത് പിന്നെ ഇതുപോലത്തെ ഒരു സെഷനിൽ ഇത്രയും കുട്ടികളുണ്ട് എന്നുള്ളതും ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു പോവുക എന്നുള്ളതിന് ഒരു ലക്ഷ്യമുണ്ട്. അത് ഇത്രയും കുട്ടികളൊക്കെ ഉള്ളൊരു വ്യക്തി അവരുടെ വീട്, അവരുടെ തിരക്കുകൾ, അവരുടെ ടെൻഷനുകൾ, അവരുടെ ഡിസ്ട്രാക്ഷനുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഇതിലൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒഴിഞ്ഞിരിക്കണേ, വേണമെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നവരും. ചില ആളുകൾ തോണ്ടി പോലെ വിരൽ തേഞ്ഞു പോയിട്ടുണ്ട്, ഈ ഫോൺ ഇങ്ങനെ തോണ്ടി. റീൽസുകളുടെയും ഷോർട്സിൻ്റെ ഒക്കെ ലോകത്താണ് പലരും ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം നജ്വനെ ഇവിടെ എത്തുന്നത് 100 കണക്കിന് ആളുകൾ എഴുതിയ പരീക്ഷ, ആ പരീക്ഷയിൽ എല്ലാ ദിവസത്തെയും ക്ലാസ് സമയത്തു തന്നെ 3 ചോദ്യത്തിൻ്റെ ഉത്തരം അയക്കണം. സമയത്തു തന്നെ അയക്കണം, ഇല്ലെങ്കിൽ 30% മാർക്ക് കട്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോട്ടൽ മാർക്ക് എന്നത് കട്ടാകും. അപ്പോൾ നജ്വ ഇതിൻ്റെ മൊഡ്യൂളിൽ എല്ലാ ദിവസവും ആ ടൈം പാലിച്ചു. ഈ മക്കളും കുട്ടികളും തിരക്കൊക്കെ ഉണ്ടെങ്കിലും പാലിച്ചു. 1. രണ്ടാമത്തത്, ഇതിൻ്റെ മോഡൽ പരീക്ഷ സ്വാഭാവികമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി അത് ഇതിനെ വലിയ തോതിൽ സ്വാധീനിക്കണതല്ല. എന്തായാലും ഫൈനൽ പരീക്ഷ എഴുതണം. അതിൻ്റെ പ്രൊജക്റ്റ് വർക്ക് ഷംജി, ഇത്തവണ നമ്മൾ പ്രൊജക്റ്റ് വർക്ക് കൊടുത്തിട്ടില്ലേ? കോഴ്സ് വർക്ക് ഉണ്ടായിരുന്നു, കോഴ്സ് സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പം കോഴ്സ് വർക്കും ചെയ്ത് എന്നിട്ട് ഫൈനൽ പരീക്ഷ എഴുതി. അതിൽ നിശ്ചിത കട്ട് ഓഫിനുള്ളിൽ 1, 2, 3 സ്ഥാനത്തേക്ക് വരേണ്ടത് ആരാണ് എന്നത് കൺഫ്യൂഷൻ വന്നപ്പോഴാണ് നമ്മൾ നജ്വനെ ഇവിടെ അവരുടെ വീട്ടിൽ അവരെ ഇരുത്തി നമ്മളിവിടുന്ന് വൈവക്ക് ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ 2 കെട്ട് ചോദ്യമുണ്ട്. ടൈറ്റുള്ള ചോദ്യം വേണോ, എളുപ്പമുള്ള ചോദ്യം വേണോ എന്ന് വെച്ചപ്പോൾ ടൈറ്റുള്ള തന്നെ പോന്നോട്ടെ എന്നാണ് പറഞ്ഞത്. പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടൊരു വളരെ ചെറിയൊരു ചോദ്യം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യത്തിൽ തുടങ്ങാം, എല്ലാവരോടും ചോദിച്ചതുപോലെ തന്നെ. കേട്ടോളൂ നജ്വ. ആവശ്യക്കാരനാണ്, പക്ഷേ ജനങ്ങളോട് ചോദിച്ചു നടക്കാത്തതിനാൽ ജനങ്ങൾക്ക് അയാളുടെ ആവശ്യം അറിയില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്ലാമിൽ പറയുന്നൊരു സാങ്കേതിക പദമുണ്ട്, അറബിയിലൊരു വേർഡുണ്ട്. അതെന്താണ്? നിങ്ങളോടുള്ള ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ആവശ്യക്കാരനാണ്, പക്ഷേ ജനങ്ങളോട് ചോദിച്ചു നടക്കാത്തതുകൊണ്ട് അയാളുടെ ആവശ്യം ജനങ്ങൾക്കറിയില്ല. വരുമാനമൊക്കെ ഉണ്ടാകും, പക്ഷേ 2 അറ്റം മുട്ടിക്കാൻ പറ്റണില്ല. ആ വ്യക്തിക്ക് പറയുന്ന പേര് എന്താണ്? ഇത് സക്കാത്തിൻ്റെ അർഹരിൽപ്പെട്ട ഒരാളാണ് അയാൾ. മീമോണ്ടാണ് തുടങ്ങണത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മിസ്സായിരിക്കുകയാണ്. കുഴപ്പമില്ല, അടുത്ത ചോദ്യങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നജുവിനെ കുറിച്ച് കുറച്ച് ഉഷാറാക്കി പറഞ്ഞപ്പോൾ ആകെ ടെൻഷൻ അടിച്ചു വന്ന സംശയമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഹുദൈബിയ സന്ധിയുടെ കരാർ എഴുതുന്നതിനിടയിൽ
ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് നബിയുടെ അടുക്കൽ വന്ന അബൂജന്തൽ റളിയല്ലാഹു അൻഹു ആരുടെ മകനായിരുന്നു എന്നാണ് ചോദ്യം. പേരുകളൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യവും മിസ്സായിട്ടുണ്ട്. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ ഇതുവരെ എത്തിയല്ലോ, ഇത്രയും ആളുകളെ പിന്നിലാക്കി ഇതുവരെ എത്തിയല്ലോ. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ 3 വിഷയങ്ങളിൽ തമാശ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നാണ് ചോദ്യം. 3 കാര്യങ്ങളിൽ തമാശ പാടില്ല, ഏതൊക്കെയാണത്? തൊലാക്കും ഉം. അടിമമോചനം. ആ, ഒന്നുകൂടി ഉണ്ട്, തൊലാക്കും അടിമമോചനം. രണ്ടെണ്ണായി, ഒന്നുകൂടി വേണം. അടിമമോചനം മറ്റേ തൊലാക്ക് ചെയ്യണമെങ്കിൽ എന്തോ ഒരു സംഭവം നടക്കണല്ലോ. മറ്റേ നിക്കാഹ്. യെസ്, തലാഖ്, നിക്കാഹ്, അടിമമോചനം എന്നാണ് ഉത്തരമായിട്ട് പറഞ്ഞത്. ഉത്തരത്തിൻ്റെ സൂക്ഷ്മതലം പരിശോധിക്കാം. എന്തായാലും കേൾക്കുന്ന ആളുകളോട് പറയേണ്ടതൊന്നും തമാശയാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഭയങ്കര ചിരിച്ച് കളിച്ചിട്ട് ഭാര്യനോട് പോയിട്ട് എന്നെ ഞാൻ തൊലാക്ക് അല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സംഭവം കഴിഞ്ഞു. അതേപോലെ രണ്ടാൾ കടയിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരാചാര്യർ വേറൊരുത്തനോട് എൻ്റെ മോള് ഇന്നാളെ എനിക്ക് ഞാൻ കല്യാണം കഴിച്ചെന്നു, ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് സാക്ഷികളുണ്ടെങ്കിൽ നിക്കാഹായി. അപ്പോൾ ഇതൊന്നും തമാശയാക്കാൻ പറ്റിയ വിഷയങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലായി. 3 ചോദ്യങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്. ബദർ യുദ്ധത്തിന് മുന്നോടിയായി ഒരു ഉപ്പയും മോനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി. കുറേ വാപ്പി മോനൊക്കെ പോയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഈ വാപ്പാനി മോനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്, കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ഭാഗം ശരിക്കും ശ്രദ്ധിക്കുക. പോകുന്ന വഴിക്ക് അബൂജഹൽ അവരെ തടഞ്ഞു, ഈ വാപ്പാനി മോനെയും തടഞ്ഞു. മുഹമ്മദിനൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാനാണോ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചു. ഇവിടുന്ന് മുഹമ്മദിനൊപ്പം പോയിട്ട് അവിടെ പോയിട്ട് യുദ്ധം ചെയ്യാനുള്ള പരിപാടിയാണല്ലേ എന്ന് ചോദിച്ചു. അല്ല, യുദ്ധത്തിൽ ഏർപ്പെടുകയില്ലെന്ന് അബൂജഹൽ അവരോട് കരാർ ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ചെന്നാലും യുദ്ധം ഉണ്ടെങ്കിലും യുദ്ധത്തിൽ ഞങ്ങൾ പങ്കെടുക്കൂല എന്ന് ഉറപ്പ് കൊടുത്തു. പിന്നീട് ബദർ യുദ്ധ സമയമായപ്പോൾ ഇക്കാര്യം അവർ നബിയോട് പറഞ്ഞു. യുദ്ധസമയത്തായിരുന്നാൽ പോലും ശത്രുക്കൾ നൽകിയ കരാർ, ശത്രുക്കൾക്ക് നൽകിയതാണ് കരാറെങ്കിൽ പോലും അത് പാലിക്കണം എന്ന് റസൂൽ പഠിപ്പിച്ചു. അങ്ങനെ അവർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. നമ്മളൊക്കെ പൊതുവേ വരാമെന്ന് പറയും, വരൂല, ചെയ്യാമെന്ന് പറയും, ചെയ്യൂല, നോക്കാമെന്ന് പറയും, നോക്കൂല. അങ്ങനെയല്ല, ഒരു യുദ്ധത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും, ഹർബിയായ കാഫറാണെങ്കിൽ പോലും അവിടെ കരാർ പാലിക്കണം എന്നാണ് നമ്മളെ ചോദ്യം. ആ ഉപ്പയും മോനും ആരായിരുന്നു എന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ടൈം ഔട്ടാണ്. ഇപ്പോൾ 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു ചോദ്യവും കൂടി ഉണ്ട്. എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലിപ്പോൾ നെജുവക്ക് 1, 2, 3 ക്വസ്റ്റ്യൻസിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. 10 സെക്കൻഡിൻ്റെ ഉള്ളിലുള്ള ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. പേരുകളാണ് കൊടുക്കുന്നത്. ഒക്കെ അതിൻ്റെ ഒരു സ്വാഭാവികതയാണ്. ഇങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ ഞാൻ കേട്ടറ്റ് പരീക്ഷയ്ക്ക് പോയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ കാര്യമായിട്ടൊന്നും വായിക്കാനും നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചോദ്യപേപ്പർ അല്ല, എന്താ പറയുക, ഹോൾ ടിക്കറ്റിന് ശരിക്കും വായിച്ചു നോക്കിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ആദ്യം ഒരു സ്കൂളിൽ പോയി, പിന്നെയാണ് അവിടെ അല്ലാന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എന്ത് ചെയ്ത് ഹോൾ ടിക്കറ്റൊക്കെ വായിച്ചു നോക്കിയത്. അപ്പോഴാണ് ഇതിന് ശരിക്കുള്ള സ്കൂൾക്ക് എത്തിയത്. അപ്പോൾ ഞാൻ പറയണത്, സ്വാഭാവികമായിട്ടും ഒരു എക്സാമിൻ്റെ മോഡൽ ഇരിക്കുമ്പോൾ ചില ചിലപ്പോൾ നോക്കുമ്പോൾ അതുവരെ മനസ്സിലുള്ളത് ചിലപ്പോൾ മിസ്സാകും, ആകെ ബ്ലാങ്ക് ആവും. അപ്പോൾ നെജുവക്ക് കിട്ടാത്തതുകൊണ്ട് ഇനി നമുക്കിതിനൊരു അവസരം വരുമ്പോൾ ഇനി കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് ബേജാറാണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നെജുവക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടൊന്നുമില്ല എറണാകുളം ഭാഗത്ത്. 1, 2 ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. ഓക്കെ, എന്തായാലും അവർക്ക് ആദ്യത്തെ
10 ആളില്ലെങ്കിലും മിനിമം പെടാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്. നജുവ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളാകെ ക്ഷീണിച്ചോ? ഇല്ലല്ലോ. ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്. ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. ഹുയൈ ബിൻ അഖ്തബ് അബൂ യാസർ വാപ്പി മോനാണ്. ഈ വാപ്പി മോനും മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് അവർ പ്രവാചകനെ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടു. കാര്യങ്ങളൊക്കെ കേട്ടൊക്കെ മനസ്സിലായി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലെത്തുമ്പോൾ ഈ വാപ്പാനോട് മോൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് മുഹമ്മദിനെ കുറിച്ച് ചോദിച്ചത് തോന്നിയത് എന്ന് ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. നമ്മളെ വേദത്തിലൊക്കെ, ഇവർ ജൂതന്മാരാണ്, നമ്മളെ വേദത്തിലൊക്കെ തോറയിലൊക്കെ വരും എന്ന് പറഞ്ഞ പ്രവാചകൻ ഇത് തന്നെയാണ് മോനെ. അപ്പോൾ മോനല്ല, സഹോദരനാണ് കേട്ടോ, സോറി. അപ്പോൾ അബൂ യാസർ സഹോദരനാണ്. സഹോദരൻ ചോദിച്ചു, അങ്ങനെയാണ് നമ്മൾ മുഹമ്മദിനോട് എടുക്കേണ്ട സമീപനം എന്താണ്? തോറയിലുള്ള പ്രവാചകനെ സ്വീകരിക്കൽ നമുക്ക് ബാധ്യതയാണല്ലോ എന്നുള്ള നിലക്ക്. പക്ഷേ വാപ്പ പറഞ്ഞു, നമ്മൾ അവരോട് ശത്രുക്കളായിരിക്കും. കാരണം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവചിക്കപ്പെട്ട പ്രവാചകൻ അറബ് വംശജനായത്, അറബികളിൽ വന്നത് അവർക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാക്കി, ഭയങ്കര ഇൻഫീരിയോറിറ്റി ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്നിരുന്ന ആ മനുഷ്യൻ്റെ മോള് പിന്നെ ഇവർ തമ്മിലുള്ള സംസാരങ്ങൾ കേട്ടുകൊണ്ടിരുന്ന മോള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായിരുന്നു. പിന്നീട് അവർ പത്നിയായി മാറി. ഒരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ പ്രവാചകൻ അവരെ വിവാഹം കഴിക്കുന്നുണ്ട്. ആ നബിയുടെ ഭാര്യയുടെ പേരെന്താണെന്നാണ് ചോദ്യം. സഫിയ റളിയല്ലാഹു അൻഹ എന്നാണ് പറഞ്ഞ ഉത്തരം. ഉത്തരം ശരിയാണോ എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് ചോദ്യം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ ഒരു മൊത്തം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് കേൾക്കാം. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ മെസ്സേജ്, ഒരുപാട് മക്കളും തിരക്കും, നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറേ ലിമിറ്റേഷനുകളൊക്കെ ഉണ്ട്. കുടുംബങ്ങളും ബന്ധുക്കളും അങ്ങനെ ഒരു ആവശ്യത്തിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല. മറ്റേത് ഇപ്പോൾ വീട്ടിലും കൂട്ടുകുടുംബത്തിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. എന്നിട്ടും അവരിതിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, അവർ പഠിക്കുന്നു എന്നുള്ളത് നല്ലൊരു മെസ്സേജാണ്. എല്ലാവരും ആ മെസ്സേജ് ഉൾക്കൊള്ളുക. ഏതായാലും നജ്വ, ബാറക്കല്ലാഹു ഫീക്കി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മഷ്കൂർ.